കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവൻ എന്ന്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ലോകത്തിലെ ഒരുപാട് ജനങ്ങളെ നോക്കുമ്പോൾ അവർ ഭയന്നുകൊണ്ട്, പലവിധ കാര്യങ്ങളാൽ ഭയന്നുകൊണ്ടിരിക്കുന്നവർ അധികം പേരുണ്ട്. ഇന്ന് അധിക മാതാപിതാക്കൾ തൻ്റെ മക്കളുടെ ഭാവി കാലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് വളരെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കളെയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടിരിക്കുന്നവരോട്, അല്ലെങ്കിൽ തളർന്നിരിക്കുന്നവരോട്, അല്ലെങ്കിൽ മനോഭീതിയോടിരിക്കുന്നവരോട് ദൈവം പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങൾക്ക് വന്ന് പ്രതിഫലം വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവൻ എന്ന്. നിങ്ങളുടെ ആ ഒരു പ്രയാസഘട്ടത്തിൽ നിങ്ങൾ ഭയന്ന് വിറച്ചുപോയി ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്താൽ അത് തെറ്റായിപ്പോവും. അതിന് പകരമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഭയന്നു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ, ഒരു മക്കളുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിഷയമായിരിക്കാം, ഏത് വിഷയമായി ഇരുന്നാലും, അല്ലെങ്കിൽ ഓഫീസിലെ വിഷയങ്ങളായിരിക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പ്രതിഫലം വാങ്ങുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ലോകം പലവിധ കാരണങ്ങളാൽ ഭയന്ന് വിറച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യന് നിന്നിൽ നിന്ന് രക്ഷ വരുന്നു എന്ന് പറവനെന്ന് വചനം പറയുന്നത് പോലെ, ദൈവമേ, വേദനയോട് കണ്ണുനീരോട് ഞങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ തലമുറകളുടെ ജീവിതങ്ങളെക്കുറിച്ച് ഭയന്ന് വിറച്ചിരിക്കുന്ന നിൻ്റെ മക്കളോട് നിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ടടിയാൽ പറയുന്നു: ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും വേണ്ട. ദൈവം വന്ന് നിങ്ങൾക്ക് സഹായം നൽകുമെന്ന് ഇവരോട് പറവാൻ തന്ന കൃപയ്ക്കായി നന്ദി. കർത്താവെ, നിൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിൽ ഇവരെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.